അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പം ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇതിനെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ഇന്ററപ്റ്റ് ചെയ്യാൻ മടിക്കണ്ട. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നിർത്തിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇന്റർഫേസ് തുറക്കുമ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഉബുണ്ടു ആണ്. അപ്പോൾ ഈ ഉബുണ്ടുവിൽ സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു ഫോൾഡറിലും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിന്നാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഡാഷ്ബോർഡിലേക്ക് എത്തും. ഈ ഡാഷ്ബോർഡിൽ കാണുന്നത് ഇത് നമ്മുടെ ആ ഫോൾഡറിലുള്ള ഫയൽസ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഞാൻ അയച്ചെന്ന 2 ഡാറ്റ ഫയൽസ് ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തൊരു നോട്ട്ബുക്ക് ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കോഡും അതിന്റെ ഔട്ട്പുട്ടും എല്ലാം കൂടെ നമുക്ക് ഒറ്റ സിംഗിൾ ഡോക്യുമെന്റിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഞാൻ ചെയ്യുന്ന ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പൈതൺ ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കുകയാണ്. ഞാൻ പൈതൺ സാധാരണയായിട്ട് നമ്മുടെ കോഡാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയലിൽ നമ്മൾ കോഡ് ചെയ്തിട്ട് മുഴുവൻ ടൈപ്പ് ചെയ്തിട്ട് ഇതൊരു കോഡാണ്, എൻ്റെ പൈത്തൺ കോഡാണ്. ഇത് റൺ ചെയ്തിട്ട് നമ്മൾ ടെർമിനലിൽ പോയിട്ട് സാധാരണ ചെയ്യുന്ന പൈത്തൺ നമ്മുടെ ആ പൈത്തൺ ഡോക്യുമെന്റ് ഇത് റൺ ചെയ്യുക ചെയ്യാറ്. അപ്പം ഇങ്ങനെ റൺ ചെയ്യുമ്പം നമ്മൾ അതിനകത്ത് വരുന്ന ഔട്ട്പുട്ടൊക്കെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇവിടെ സേവ് ചെയ്യേണ്ട ഫിഗേഴ്സോ ഫയൽസോ ഒക്കെ ഈ ഫോൾഡറിൽ തന്നെ സേവ് ആകും. അതാണ് പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നോട്ട്ബുക്കിന്റെ ഗുണം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെന്റിൽ തന്നെ നമുക്ക് കോഡും അതിന്റെ ഔട്ട്പുട്ടും അതിന് വേണ്ട നറേഷൻ ഡോക്യുമെന്റേഷനും എല്ലാം കൂടെ ഒറ്റ നോട്ട്ബുക്ക്, ഒരു ലിറ്ററലി നോട്ട്ബുക്ക് തന്നെയാണ്. നമുക്കൊരു നോട്ട്ബുക്കിൽ എഴുതിയിടുന്നത് പോലെ തന്നെ എല്ലാം നോട്ട് ചെയ്ത് വെക്കാം, അത് സേവ് ചെയ്യാം, അത് നമുക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതൊക്കെ വളരെ സൗകര്യമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ ഇത് ഫ്രീ ആണ്, നമ്മൾ പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്കിനെ പറ്റിയുള്ളൊരു പൊതുവേ ഉള്ളൊരു കാര്യം. ഇനി ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ കാണുന്ന നോട്ട്ബുക്കിന്റെ ഡാഷ്ബോർഡ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് നോട്ട്ബുക്കിലേക്ക് പോകാം. അപ്പം ഇതൊന്ന് ഞാൻ നേരത്തെ ചെയ്ത നോട്ട്ബുക്കാണ്, അത് ഞാൻ പിന്നെ ഓപ്പൺ ചെയ്യാം. അല്ലാതെ നോട്ട്ബുക്ക് തുറക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു ന്യൂ ബട്ടൺ ഉണ്ട്. ന്യൂ ബട്ടണിൽ പൈത്തൺ 3, നമ്മളിവിടെ പൈത്തൺ ഇന്റർഫേസിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പൈത്തൺ 3 ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പുതിയൊരു നോട്ട്ബുക്ക്, ഒരു പുതിയ നോട്ട്ബുക്ക്. അപ്പൊ ഇതില് ഇവിടെ നിന്ന് നമുക്ക് പേര് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിനൊരു പേര് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ള ഇതിപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് പേര് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു പൈത്തൺ നമ്മളിപ്പം ഓപ്പൺ ചെയ്ത പുതിയ പൈത്തൺ നോട്ട്ബുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഗ്രീൻ സിമ്പൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ അത് രണ്ടും ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ കയ്യിൽ ട്രയൽ എന്നുള്ള നോട്ട്ബുക്ക് ഉണ്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത നോട്ട്ബുക്ക് അവിടെ ഓപ്പൺ ആയി കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഇന്റർഫേസ് എന്താണെന്ന് നോക്കാം. ഇതാണ് പൈത്തന്റെ സിമ്പിൾ, നമ്മൾ പൈത്തൺ കോഡിന്റെ സിമ്പിൾ ഇതാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ സാധാരണ വിൻഡോസിൽ യൂസ് ചെയ്യുന്ന കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അത് കൂടാതെ ശരിക്കും ഈ കാണുന്ന ബോക്സ് ഉണ്ട്, ഇതാണ് സെൽ എന്ന് പറയുന്നത്. അപ്പം ഈ സെല്ലിനകത്താണ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇന്റർഫേസിൽ തന്നെയാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അതെങ്ങനെയാ ചെയ്യുന്നത് എന്ന് നോക്കാം. വേറൊരു കാര്യം, ഒരു സെല്ലിൽ നമുക്ക് കോഡും ടൈപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറ്റുന്ന മാർക്ക് ഡൗൺ ആണ്. മാർക്ക് ഡൗൺ എന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്യാണ്, പ്രിന്റ്
ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു റൺ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു കോഡിന്റെ ഔട്ട്പുട്ട് അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇതിപ്പോ ഒരു കോഡായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് അഥവാ ഇതിന്റെ താഴെ എന്തെങ്കിലും നോട്ട് ചെയ്യണം എന്നിരിക്കട്ടെ. നമുക്കൊരു നോട്ട്ബുക്ക് പോലെ വർക്ക് ചെയ്യുന്നത് നോട്ട് ചെയ്യാൻ നമുക്ക് മാർക്ക് ഡൗൺ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു കോഡല്ല, ഇതെനിക്ക് കോഡായിട്ട് ഇപ്പം ഞാനത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. ഇതെനിക്ക് കോഡായിട്ടല്ല, അതൊരു മാർക്ക് ഡൗൺ ഒരു നോട്ടായിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇത് ബട്ടൺ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് അതിനെ മാർക്ക് ഡൗൺ സേവ് ചെയ്യാം. മാർക്ക് ഡൗൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മാർക്ക് ഡൗൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഒരു നോട്ടായിട്ട് സേവ് ആകും. അതവിടെ കോഡായിട്ടായിരിക്കില്ല, നോട്ടായിട്ടായിരിക്കും സേവ് ആവുക. അപ്പം ഇതിനെയാണ് മാർക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോട്ട്ബുക്കിൽ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഇതിപ്പം ഇതുവരെ ഉള്ളത് കുഴപ്പമില്ലല്ലോ, പ്രൊസീഡ് ചെയ്യാമോ? ഇനി അതെന്തെങ്കിലും സംശയങ്ങളോ ഇത് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. പൈത്തണിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇപ്പോൾ. അതെ, അപ്പം 6 ഓൾറെഡി സാറ് ഡിസ്കസ് നമ്മളെ അതിനകത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പക്ഷെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും മുന്നോട്ട് പോകാം. കാരണം അത് ഏതാണ്ട് ഒരു സിമിലർ സെറ്റപ്പ് തന്നെയാണ് പൈത്തണിലും. കമാൻഡ്സിന് അധികം വ്യത്യാസം ഞാൻ 6 ശരിക്കും പഠിച്ചിട്ടില്ല, പക്ഷെ ഈ ഉള്ള അറിവ് വെച്ച് നോക്കിയപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അധികം വലുതല്ല. അപ്പൊ ഞാൻ പിന്നെ അടുത്ത ഓരോ കോഡിങ്ങിലേക്ക് പോകുമ്പോൾ ഓരോ ചെറിയ കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് സെല്ലും അതിന്റെ മാർക്ക് ഡൗണിങ് കാര്യം. പിന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു IN കാണുന്നുണ്ടല്ലോ, IN പിന്നെ ബ്രാക്കറ്റിൽ ഒരു നമ്പേഴ്സ്. അപ്പൊ ഈ നമ്പേഴ്സ്, ഈ IN ജസ്റ്റ് ഇൻപുട്ടാണ്, നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഈ നമ്പേഴ്സ് ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇത് റണ്ണ് ചെയ്യുമ്പോൾ അടുത്ത സെല്ലിനെ സെൽ ഇൻപുട്ട് 2 എന്ന നമ്പർ കൊടുക്കും. ഇനി ഇതിൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു പോയിട്ട് ഈ സെൽ ഒന്നും കൂടെ റൺ ചെയ്യാൻ പറ്റും. ഈ സെല്ല് ക്ലിക്ക് ചെയ്ത് റൺ കൊടുത്തു കഴിഞ്ഞാൽ ആ സെൽ റൺ ആവും. ഈ റണ്ണായപ്പോൾ ഈ നമ്പറിങ് മാറിയത് ശ്രദ്ധിക്കുക. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോ ശരിക്കും ഈ രണ്ടാമത്തെ സെല്ല് റണ്ണ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സെല്ല് റൺ ചെയ്തത്. അതുകൊണ്ടാണ് ഓർഡർ മാറിയത്. ഇത് ഒരു കൺവെൻഷണൽ പൈത്തൺ കോഡിൽ സാധ്യമല്ല. കൺവെൻഷണൽ പൈത്തൺ കോഡിൽ നമ്മൾ എഴുതി വരുന്ന ആ ഓർഡറിൽ തന്നെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവുകയുള്ളൂ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഈ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് വന്നും അത് റൺ ചെയ്യാൻ പറ്റും. ഇത് ആണ് നോട്ട്ബുക്കിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതില് പ്രത്യേകിച്ച് ഇതിലായിട്ട് പറയാൻ വേണ്ടിയിട്ട് അതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട്ബുക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത നോട്ട്ബുക്ക്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ, നോട്ട്സും കുറച്ച് കോഡ്സും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് സെല്ലാണ്. ഇപ്പം ഈ ഗ്രീൻ ഒരു ഷെയ്ഡ് കാണുന്ന ഈ സെല്ല് നമ്മളിപ്പോൾ എഡിറ്റ് മോഡിലാണെന്നുള്ളതുകൊണ്ടാണ് ഒരു ഗ്രീൻ ബോക്സ് ആയിട്ട് കാണുന്നത്. പിന്നെ ഇപ്പം പല രീതിയിൽ നമുക്ക് ആ കോഡിലെ കമാൻഡ് റൺ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഇപ്പോൾ ഒരു ബട്ടൺ ഉണ്ട്, അല്ലാതെ നമുക്ക് കീസ് യൂസ് ചെയ്ത്, ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കീസിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്റെ കർസർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി നമ്മൾ വെറും ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഓരോന്നിന്റെ താഴെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് കുറച്ചും കൂടെ കാണിച്ചു. ഒരു പ്രിന്റ് കമാൻഡിനകത്ത് കൊടുത്തേക്കുന്ന ഈ കോഡ്സിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യും. അതാണ് പ്രിന്റ് കമാൻഡിന്റെ
ജോലി. ഇനി നമ്മൾ പ്രിന്റ് ടൈപ്പ് ചെയ്തിട്ട് സിമ്പിളായിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ആ സെല്ലിലെ തന്നെ അടുത്ത ലൈനിലേക്ക് പോകും, അല്ലാതെ അത് റൺ ആവില്ല. ഇനി റൺ ചെയ്യാൻ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്, 3 കോമ്പിനേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് കൺട്രോൾ എൻ്റർ. അപ്പൊ കൺട്രോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് റണ്ണായി. അത് റണ്ണായി നമ്മുടെ ആ സെലക്ഷൻ ആ ബോക്സിൽ തന്നെയാണ് നിൽക്കുക, ആ സെല്ലിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ വേറെ എങ്ങോട്ടും പോയിട്ടില്ല, ആ സെല്ലിൽ തന്നെയാണ് റണ്ണായി നിൽക്കുന്നത്. ഇനി ഷിഫ്റ്റ് എൻ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് റൺസ് ദ കറന്റ് സെൽ ആൻഡ് മൂവ്സ് ടു ദ നെക്സ്റ്റ് സെൽ. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നെങ്കിൽ ഇവിടുന്ന് അത് റൺ ആവുകയും ചെയ്തു, അടുത്ത സെല്ലിലേക്ക് പോയി. നേരത്തെ വെച്ചാൽ ആ സെല്ലിൽ തന്നെയാണ്, ഇത് അടുത്ത സെല്ലിൽ. ഇത് അടുത്ത സെല്ലിൽ ഇതിപ്പോൾ ഒരു സെല്ലാണ്, ഞാനത് മാർക്ക് ഡൗൺ ആക്കി എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അതൊരു സെല്ലാണ്. പിന്നെ ഇനി ഓൾട്ട് എൻ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് റൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടുത്ത സെല്ലിൻ്റെ ഇടയിൽ ഒരു ന്യൂ സെല്ല് ക്രിയേറ്റ് ചെയ്യും. ഓൾട്ട് എൻ്റർ ആണ് പ്രസ് ചെയ്തത്, അപ്പോൾ അതൊരു ന്യൂ സെല്ല് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് വേറെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പ്രൊസീഡ് അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് കീസ്, ഷോർട്ട് കട്ട് കീസ് ഉപയോഗിച്ചിട്ട് ഇത് റൺ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ്. അപ്പം ഞാൻ ഇതൊന്നും ഈ എഴുതുന്ന കോഡൊന്നും ഇതിൽ നിന്ന് കളയുന്നില്ല, കാരണം ഇത് ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ ഒരു നോട്ട്ബുക്ക് സ്വന്തം കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ കോഡ്സ് അതേപോലെ തന്നെ കിട്ടുക ചെയ്യും. പിന്നെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു നമ്മുടെ ഓപ്പറേറ്റേഴ്സ്, പൈത്തണിലെ ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഒന്ന് കുറച്ച് സംസാരിക്കാനാണ്. അത് ബേസിക്കലി ആറിൽ കണ്ട അതേ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്, 1-2 വ്യത്യാസങ്ങളേ ഉള്ളൂ. മെയിനായിട്ടും ഇപ്പം ആറിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ സ്ക്രിപ്റ്റ് വിൻഡോയിൽ അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ 5+4 എന്നിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ തന്നെ കാണിക്കും. അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ എല്ലാ ഓപ്പറേഷനും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വ്യത്യാസം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പവർ ഓപ്പറേറ്റർ ആണ്. അതായത് എനിക്ക് ആറിനകത്ത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ ഉള്ളത്, പക്ഷെ പൈത്തണിൽ അത് അങ്ങനെയല്ല. 2 സ്റ്റാർ മുതൽ 5⁻³ അതാണ് അവിടെ വർക്കാവുക. അതുപോലെ തന്നെ ഫ്ലോർ ഡിവിഷൻ, അതായത് നമ്മുടെ ക്വോഷ്യന്റിന്റെ ഇൻഡിജർ പാർട്ട് മാത്രം ആണ് നമുക്ക് വേണ്ടെങ്കിൽ // ഇത് അതിൻ്റെ ഇൻഡിജർ പാർട്ട് വരും. അതായത് നമ്മൾ അല്ലാതെ // ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ മൊത്തം ഡെസിമൽ പോയിന്റ്സും കിട്ടും. അതേപോലെ തന്നെ ഉള്ളതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇത് ആറിനകത്തുള്ള അതേ ഓപ്പറേഷൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 8 = 8 കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ, യെസ്. ഇപ്പോൾ 4 = 2 പിന്നെ ഫോൾസ്. അങ്ങനെ ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വരും. പിന്നെ ലോജിക്കൽ ആൻഡ് ഓർ ഒക്കെ, അതൊക്കെ ആവശ്യത്തിന് അനുസരിച്ച്. ഇപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഇതിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അത് ആവശ്യം വരുമ്പോൾ വേണ്ടതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഇല്ല എന്ന് കരുതുന്നു. പിന്നെ അടുത്തത് കമന്റ്സ്. എല്ലാ ലാംഗ്വേജിലും ഇങ്ങനൊരു ഓപ്ഷൻ കാണും. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട്, ആ കോഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് റണ്ണ് ചെയ്യണ്ട, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത് എന്നുള്ളതെങ്കിൽ അത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ അതുപോലെ ഓപ്പറേറ്റേഴ്സിനകത്ത് ഉള്ള ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ്. ഫോർ എക്സാമ്പിൾ ഐ എം അസൈനിങ് A = 15. ഇങ്ങനെ അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം റൺ ചെയ്യുന്നതെല്ലാം ഓൾട്ട് എൻ്റർ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അടുത്ത സെല്ല് ക്രിയേറ്റ് ആയി പോകുന്നത്. അപ്പോൾ A = 15, ഇനി പ്രിന്റ് A പ്രിന്റ് ചെയ്യും. ഇപ്പൊ ഇത് വേണമെങ്കിൽ എനിക്ക് ഒറ്റ ഇതിൽ തന്നെ കൊടുക്കായിരുന്നു, 15.
അതിലും പ്രശ്നമില്ല. ഇപ്പം ഇതിനകത്ത് ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നത് പ്രിന്റ് a+56 ഇതിൽ ആദ്യം 15ഉം പിന്നെ 50 അതിൻ്റെ സമ്മ് പ്രിന്റ് ചെയ്യും. ഇതിൽ എനിക്ക് ഈ ഒരു ലൈൻ കമന്റ് ചെയ്യണമെങ്കിൽ, ഒറ്റ ലൈൻ കമന്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഹാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാഷ് പൈത്തണിൽ എവിടെ വന്നാലും ഹാഷ് കഴിഞ്ഞിട്ട് ഉള്ള ആ ലൈനിലുള്ള ഒരു സംഗതിയും കോഡിങ്ങിനായിട്ട് യൂസ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അത് യൂസ് ചെയ്യും, കമന്റ് എഴുതാൻ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റൺ ചെയ്താൽ ആ പ്രിന്റ് ഏത് വർക്ക് ചെയ്യില്ല, അടുത്തത് വർക്ക് ചെയ്യും. ഇനിയിപ്പോ ഉണ്ണി ആ പെർസെന്റേജ് സൈൻ എന്തിനാണെന്ന് ചോദിക്കുന്നു. മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ 8% 4 കൊടുത്താൽ ഇപ്പം നമ്മൾ 8/4 ചെയ്താൽ നമുക്ക് 2 കോഷ്യൻ്റ് ആയിട്ട് വരും, റിമൈൻഡർ 0 വരുമല്ലോ. അത് ആ റിമൈൻഡർ കിട്ടാനാണ് മോഡുലസ് ഓപ്പറേറ്റർ. പിന്നെ 3 കൊടുത്താൽ അതിൻ്റെ റിമൈൻഡർ 3 × 6 വന്നിട്ട് 8 നിന്ന് 6 പോയിട്ടുള്ള റിമൈൻഡർ 2. അതിന് വേണ്ടിയിട്ടാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഒരു യൂസ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ റിമൈൻഡർ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ പോകണമെങ്കിൽ ഉപയോഗിക്കാം. അതെ തീർച്ചയായും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ പറയാൻ വന്നത്, ഇപ്പം ഇതിനകത്ത് ഈ 2 സ്റ്റേറ്റ്മെന്റും കൂടെ ഒരുമിച്ച് എനിക്ക് കമന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് രണ്ടിടത്ത് വന്നതിൽ രണ്ട് ലൈനിലും ഒരു ഹാഷ് കമന്റ് ചെയ്യാം. അല്ല, ഇതിപ്പം 2 ലൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു ചങ്ക് ഓഫ് കോഡായിരിക്കും നമുക്ക് ചിലപ്പോൾ വേണ്ട. അത് മെയിനായിട്ട് യൂസ് വരുന്നത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഒരു പാർട്ട് ഓഫ് കോഡ് നമുക്ക് ചിലപ്പം ആ ഒരു സമയം റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 3 സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ് അല്ല, 3 സിംഗിൾ കോഡ്സ് ഒരേപോലെ ടൈപ്പ് ചെയ്ത്, ഇപ്പം നോട്ട്ബുക്ക് ആയതുകൊണ്ടാണ് അടുത്ത ക്ലോസിങ്ങും കൂടെ ഒരുമിച്ച് വന്നത്. എന്നിട്ട് ഈ 3 സിംഗിൾ കോഡ്സ് 2 സെറ്റ് വന്നിട്ട് അതിൻ്റെ നടുക്ക് എന്ത് വന്നാലും അത് റൺ ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും റൺ ആവുക. ഇതിനിടയ്ക്ക് ഉണ്ടായ സംഭവങ്ങൾ റൺ ആവില്ല. ചാറ്റ്സ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, അപ്പം അതാണിത്. ഓക്കെ സാറ് ചാറ്റിൽ ഇതുപോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നെ ഒന്ന് നോട്ടിഫൈ ചെയ്യൂ. എനിക്ക് ചാറ്റ് ഇതിൽ കാണാൻ പാടാണ്. ഓക്കെ, ഞാൻ ചോദിക്കാം. ഓക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാലും മതി. ഓക്കെ സോ അപ്പം ഇതാണ് 2 തരത്തിൽ നമുക്ക് കമന്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പ്രിന്റ് കമന്റ് നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഉള്ള ഒരു പൈത്തണിലുള്ള ബേസിക് കമാൻഡ്സ് നമ്മൾ ഇപ്പോഴത്തെ കാര്യത്തിന് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് അടുത്ത ഡേറ്റയിലേക്ക് പോവുകയാണ്. കാരണം ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വേരിയബിൾസും പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ലൂപ്പിംഗ്, അതൊക്കെ നമുക്ക് ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. കമന്റ് ചെയ്യാനായിട്ട് ഹാഷ് ഉപയോഗിക്കുന്നുണ്ട്. ലൈൻ കമന്റ് ഉപയോഗിക്കും. യെസ്, ഹാഷ് ഉപയോഗിക്കുന്നുണ്ട്. ഹാഷ് ഉപയോഗിച്ച് സിംഗിൾ ലൈൻ കമന്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയം ഇതുവരെ ഉള്ളവരുണ്ടോ? അത് മറ്റേ സിംഗിൾ കോട്ട് തന്നെയാണല്ലേ അതോ? അതെ, സിംഗിൾ കോട്ടാണ്. സിംഗിൾ കോട്ട് 3 എണ്ണം. ഓക്കെ, മറ്റേ ഇതല്ലല്ലോ, ബാക്ക് ടിക്ക് അല്ല അല്ലേ? അല്ലല്ല, സിംഗിൾ കോട്ട് 3 എണ്ണം. വേറൊരു കാര്യം, പൈത്തൺ ഒരു അസംബ്ലി ലാംഗ്വേജ്, കമ്പൈലർ ഇന്റർപ്രിറ്റർ ബേസ്ഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് ആ ഒരു ലൈൻ എവിടെ തീരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് റീഡ് ചെയ്യുന്നത്. അതെ, ലൈൻ തീരുന്നതിന് എന്താ ഇൻഡിക്കേഷൻ? ഒന്നും ചെയ്യണ്ടല്ലോ. ഇല്ല ഒന്നുമില്ല, നമ്മൾ അടുത്ത ലൈനിലേക്ക് പോയാൽ മതി. പക്ഷെ ലൈൻ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത് പ്രത്യേകം ഇത് ഉപയോഗിക്കുന്നത്. അല്ല, ഈ സാസിലൊക്കെ ഒരു സെമി കോളനൊക്കെ വേണോ? അങ്ങനെ ഇല്ലല്ലേ? ഇല്ല അങ്ങനെയില്ല.
ഇതിനകത്ത് പിന്നെ ഇമ്പോർട്ടൻസ് വരുന്നത് ടാബ് സ്പേസിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നമ്മളിപ്പം സിയിലൊക്കെ യൂസ് ചെയ്യുന്ന കേർലി ബ്രാക്കറ്റിന് പകരമായിട്ട് നമുക്കൊരു ചങ്ക് ഓഫ് കോഡ് ഒരു ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അതിനൊക്കെ ഒരു ഈക്വലി സ്പേസ്, നമ്മുടെ ബിഗിനിങ്ങിൽ നിന്നിട്ട് ഈക്വൽ സ്പേസിംഗിൽ ടൈപ്പ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ. ബാക്കി സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പൊതുവെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ലൈൻ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറെ ലൈൻ ആകുമെന്നുള്ളതും, പിന്നെ ഇൻഡന്റേഷൻ, അതായത് ലെഫ്റ്റിലെ സ്പേസ് ഇമ്പോർട്ടന്റ് ആണ്. അത് ടാബ് ഒക്കെ വരുന്നത് സാധാരണ ബ്ലോക്ക് ഓഫ് കോഡ് വരുമ്പോൾ ഇങ്ങനെ ടാബ് ചെയ്ത് പക്ഷെ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഇറന്നു വരും. നോട്ട്ബുക്കിൽ അത് പ്രശ്നം ഉണ്ടാവില്ല. നോട്ട്ബുക്കിൽ ആ പ്രശ്നം വരത്തില്ല. നോട്ട്ബുക്കിൽ ഇപ്പൊ നമുക്ക് ഒരേ കമന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ലൈൻ ബ്രേക്ക് ചെയ്ത് എഴുതാൻ പറ്റും. വലിയ ലൈനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് എഴുതുന്നതിൽ നോട്ട്ബുക്കിൽ പ്രശ്നമില്ല. ഓക്കെ, സോ ഓക്കെ. അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് എനിക്ക് ഡിവിഷനിൽ എറർ കിട്ടുന്നുണ്ട്. അതായത് റിമൈൻഡർ കാണിക്കുന്നില്ല. നേരത്തെ 8/3 ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴേ അങ്ങനെ വല്ലതും സംഭവിക്കാറുണ്ടോ? എന്താണ് എറർ കാണിക്കുന്നത്? ഈ 8/3 ചെയ്യുമ്പോഴത്തേക്ക് 2.666 എന്ന് പറഞ്ഞിട്ട് റെക്കറിംഗ് ഡെസിമൽ വരണ്ടായിരുന്നു. അത് കാണിക്കുന്നില്ല. എനിക്ക് 2 മാത്രം വരും. പൈത്തൺ 3 തന്നെയാണോ? പൈത്തൺ 2 ആണ്. അതിന് പ്രശ്നം ഉണ്ടാവോ? അതില് ഒരു അങ്ങനെ ഒരു പ്രശ്നം. ഡിവിഷൻ അതേപോലെയാണ്. അതെ അതെ, അതെ. അതൊരു കാര്യം ചെയ്യും. 8/3 ഒരു ഡെസിമൽ ഒരു ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതാ പിന്നെ ഡാറ്റയുടെ റീഡ് ചെയ്യുന്നോണ്ടാണ്. അതായത് പൈതണിൽ നമ്മൾ ഡിക്ലറേഷന്റെ ഒന്നും ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അസൈൻ ചെയ്യും ഡാറ്റ ടൈപ്പ്. ശരിയായി. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. 2ഉം 3ഉം തമ്മിലൊരു ഇഷ്യൂ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലർ ഇപ്പൊ നമ്മളൊരു ഫയലിൽ നിന്ന് തന്നെ അല്ലെ ഇൻപുട്ട് തന്നെ റീഡ് ചെയ്യുമ്പോൾ പൈത്തൺ 3 അതിനെ ഫ്ലോട്ട് ആയിട്ടാണ് റീഡ് ചെയ്യാറ്, പക്ഷെ 2ൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ കുറച്ച് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സീരിയസ് എറർ വരും. കാരണം നമ്മൾ ഈ ഡെസിമൽ പോയിന്റ്സ് ഒക്കെ വിട്ടുപോകും. അതെ അതെ അതെ. ഞാൻ ഇവിടെ കുറച്ചു നേരമായിട്ട് ഹൈലി കൺഫ്യൂസ്ഡ് ആയിട്ട് സെർച്ച് ചെയ്തോണ്ടിരിക്കുക ഇന്റർനെറ്റിൽ, ഒന്നും കാണുന്നില്ല. പൈതന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് പിന്നെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ അടുത്ത് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഇംഗ്ലീഷ് ഭാഷയുടെ ഒക്കെ. കാരണം നമ്മൾ എന്ത് പറയുന്നത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഒരു സിഒ അല്ലെ അതുപോലെയുള്ള ലാംഗ്വേജ് ഒക്കെ പഠിച്ചവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. കാരണം അതിനകത്തെ പോലെ യാതൊരുവിധ ഡിക്ലറേഷനുള്ള ആവശ്യമില്ല. വേരിയബിൾസ് പ്രത്യേകം പറയണമെന്നില്ല, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണമെന്നില്ല, ചുമ്മാ കൊടുത്ത് പോയാൽ മതി. അതെ അതെ. സിയിലാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഇത്ര എഴുതിയ കാര്യങ്ങൾ എഴുതാൻ തന്നെ ഒരു വലിയൊരു ഒരു ഡാറ്റ ഫയലില് ഒരു പ്രോഗ്രാം വേണ്ടി വരും. പൈത്തൺ സിമ്പിൾ ആണ് അത് വെച്ച് നോക്കുന്നത്. നിങ്ങളാരും കോബോളി പ്രോഗ്രാം ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. നമ്മുടെ ഏറ്റവും ആദ്യം ബേസിക് ആണ്. അല്ല, കോബോളിലായിരുന്നെങ്കിൽ ഇത്ര എഴുതാൻ വേണ്ടിട്ട് ആദ്യം ഒരു 5 പേജ് എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ ആദ്യത്തെ കമാൻഡ് എഴുതി കൊടുക്കുന്നത്. പഠിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, സോ ഇനിയിപ്പോ നമുക്ക് ഡാറ്റ എങ്ങനെ ആക്സസ് ചെയ്യാം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇതിനിടയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഡാറ്റ ഇതിലേക്ക് പോകുന്നത്. കാരണം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡാറ്റ വിഷ്വലൈസേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പൈത്തണിൽ എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യാൻ കുറച്ച് പാക്കേജുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ പാക്കേജുകൾ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ പാണ്ടാസ് എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. ഇത് ഡാറ്റ അനാലിസിസിനും ഡാറ്റ റീഡിങ്ങിനും ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് പാണ്ടാസ്. ഇത് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മിക്കവരും പാണ്ടാസ് ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അഥവാ അത് ഇപ്പം ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റണ്ണ് ചെയ്യുമ്പോൾ എനിക്ക് എറർ ഒന്നും കാണിക്കുന്നില്ല, അത് ജസ്റ്റ് റണ്ണായി. അപ്പോൾ അത് ഇൻസ്റ്റാൾഡ് ആണ്. പക്ഷെ അത് ഇൻസ്റ്റാൾ അല്ലാത്ത പക്ഷെ അവിടെ ഒരു എറർ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അനകൊണ്ടയോ പിപ്പോ വഴി പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ
ഈ ഇമ്പോർട്ട് പാണ്ടാസ് എസ് പി ഡി എന്ന് പറയുന്നത് നമ്മൾ ഈ പാണ്ടാസ് എന്നുള്ള പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ് പി ഡി എന്നുള്ളൊരു പേരിൽ. അതായത് നമ്മളൊരു പേര് കൊടുക്കുന്നുള്ളൂ, അത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഈ പാക്കേജ് യൂസ് ചെയ്തിട്ട് ഇനി ഈ പാക്കേജിനകത്തുള്ള ഏതെങ്കിലും ടാസ്കുകളോ ഫങ്ഷൻസോ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഈ പി ഡി വെച്ച് വേണം അതിനെ പോയിന്റ് ചെയ്യാൻ. അത് കാണിച്ചു തരാം. ഇനി ഇതിന്റെ ഒരു ഡീറ്റെയിൽ പാണ്ടാസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ അതിന്റെ തന്നെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. പൈത്തന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നന്നായിട്ട് ഡോക്യുമെന്റേഷൻ ഉള്ളൊരു കോഡിങ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് എന്ത് വിഷയം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അതിനുള്ള സൊല്യൂഷൻ ഒന്നുകിൽ അവരുടെ ഈ പാക്കേജുകളിൽ തന്നെ ഉള്ള ട്രബിൾ ഷൂട്ടിംഗ് പേജുകളിൽ കാണും, ഇല്ലെങ്കിൽ ഇതേ പ്രശ്നങ്ങൾ തന്നെ ആരെങ്കിലും ഒക്കെ ഫേസ് ചെയ്തിട്ട് അവർ ക്വറി ഇട്ട് അതിനെ അത് ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്ത് അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പൈത്തണിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ. അപ്പോ നമ്മൾ പാണ്ടാസിലെ ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അടുത്ത ലൈനിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ CSV നിന്ന് റീഡ് ചെയ്യാണ്. അപ്പോൾ ഡേറ്റ എന്നത് ഞാനൊരു ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തേക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഡേറ്റ എന്ന ഒബ്ജക്റ്റിനകത്താണ് നമ്മുടെ ഹരിയാന ഡേറ്റ എന്ന CSV ഫയലിനകത്തുള്ള മുഴുവൻ ഡേറ്റയും ഈ ഡേറ്റ എന്നുള്ള ഒബ്ജക്റ്റിലേക്ക് ഞാൻ റീഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പി ഡി എന്ന് വെച്ചാൽ നമ്മൾ പാണ്ടാസ് പോയിന്റ് ചെയ്യുന്നതാണ് പി ഡി ഡോട്ട് റീഡ് CSV. ഈ റീഡ് CSV എന്ന് വെച്ചാൽ പാണ്ടാസ് പാക്കേജിനകത്തുള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ അത് ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്ന ഫയല് റീഡ് ചെയ്യും വിത്ത് ഹെഡർ 0. അതായത് നമ്മുടെ CSV ഫയലിൽ ഫസ്റ്റ് റോ ഉണ്ടല്ലോ അത് നമ്മുടെ കോളത്തിന്റെ പേരായിരിക്കണം. ഇപ്പം ഡേറ്റ് അല്ലെ സ്റ്റേറ്റ് അങ്ങനെയുള്ള പേരായിരിക്കും. അപ്പൊ അത് നമ്മൾ ഡേറ്റ ആയിട്ടല്ല എടുക്കേണ്ടത്, പക്ഷെ അത് ഹെഡർ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഹെഡർ 0, ഇത് 0 ബൈ ഡീഫോൾട്ട് 0 ആയിരിക്കും. അതായത് നമുക്ക് ഹെഡർ ഇല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് പറയണം. ഹെഡർ ഉണ്ടെങ്കിൽ 0 അത് ആദ്യത്തെ തന്നെ ഹെഡർ ആയിട്ട് എടുത്തേക്കും. യെസ്, ഇത് റൺ ചെയ്യുകയാണ്. റൺ ചെയ്തിട്ട് നമ്മൾ അടുത്ത എവിടെയോ കൊണ്ട് പൈതോൺ എപ്പോഴും 0-ൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുക? അതെ, 0-ൽ നിന്നാണ്. അറയിലൊക്കെ അങ്ങനെയാണ്, ലിസ്റ്റ് അറേസ് എല്ലാം അങ്ങനെയാണ്. ബൈ ഡിഫോൾട്ട് 0 ആണ്. അത് 6 ഒരു പ്രധാന വ്യത്യാസമാണത്. 6 സ്റ്റാർട്ട് ചെയ്യുന്ന 1-ൽ നിന്നാണ്. ഓ ഓക്കെ. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 6-ഉം പൈത്തണുമായിട്ട് ഓക്കെ. ഇനി അപ്പൊ ഈ ഡേറ്റ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ ഒബ്ജക്റ്റ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും ആ ഡേറ്റയെ പറ്റി. ഒന്ന് ഡേറ്റ ഡോട്ട് ഹെഡ്. ഈ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യത്തെ ഇതിന് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന നമ്പർ അത്രയും റോസ് അവർ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഫുൾ ആ CSV ഫയലിലെ ഡേറ്റ. അതിനകത്ത് ആദ്യത്തെ 6 ഞാനിപ്പോൾ ഇവിടെ 16 ആണ് കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ 16 എൻട്രീസ് റോസ് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇത് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് അത് ആദ്യത്തെ 5 ആയിരിക്കും കാണിക്കുന്നത്. ഇത് നമുക്കിപ്പം പെട്ടെന്ന് ഡേറ്റയെ പറ്റി ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതൊക്കെ ഇവിടെ കമന്റ് ചെയ്ത് ഇട്ടേക്കുന്നുള്ളതേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് റൺ ചെയ്യാം. ഡേറ്റ ഡോട്ട് ഷേപ്പ്. ഇറ്റ് ഡിസ്പ്ലേസ് ദ ഡയമെൻഷൻ ഓഫ് ദ ഡേറ്റ ഫ്രെയിം. അപ്പോൾ നമ്മൾ ഡേറ്റ ഇവിടെ റീഡ് ചെയ്യുമ്പം ഈ കാണുന്നത് ഡേറ്റ ഫ്രെയിം ആണ്. അവിടെ റോസും കോളമും ഓരോ കോളത്തിന്റെ പേരും പിന്നെ 0, 1, 2, 3 എന്നൊക്കെ കാണുന്ന ഓരോ റോയുടെ ഇൻഡെക്സ് ആണ്. അതൊക്കെ കൂടെ ഉൾപ്പെട്ട ഒരു ഡേറ്റ ഫ്രെയിം ആണ്. ആ ഡേറ്റ ഫ്രെയിമിന്റെ ഷേപ്പ് ആണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഷേപ്പ് അതായത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡേറ്റയിൽ 82 റോസ് ഉണ്ട്, അതുപോലെ 6 കോളംസ് ഉണ്ട്. ഇനി നമുക്ക് ഈ റോസും കോളംസും നമുക്ക് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. കാരണം നമുക്ക് പിന്നീട് ഒരു പക്ഷേ എന്തിനെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാൽ റോസും കോളംസും ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ n rows, n columns = ഡേറ്റ ഡോട്ട് ഷേപ്പ്. അതായത് ഡേറ്റ ഡോട്ട് ഷേപ്പ് നമ്മൾ യൂസ് ചെയ്തപ്പം തന്നെ 2 നമ്പേഴ്സ് ആണ് വന്നത്. അതിൽ ഫസ്റ്റ് നമ്പർ n rows, ഈ പേര് ഞാൻ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ, വേറെ പേരും കൊടുക്കാം. n columns 6 ആയിട്ടും
സേവ് ചെയ്യും. നമ്മളിത് കഴിഞ്ഞിട്ട് അടുത്ത് ഇതിൽ കൊടുത്താൽ 82. ഇതിപ്പം നമ്മളെ എൻ റോസ് അതേപോലെ ഡിസ്പ്ലേ. അതുപോലെ ഒരു കാര്യം നോട്ട്ബുക്കിലൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറെ കമാൻഡ് ഒന്നും വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ആ ഒരു സെല്ലിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് പ്രിന്റ് കൊടുക്കണമെന്നില്ല. ആ ഒരു വേരിയബിൾ നെയിം കൊടുത്താൽ തന്നെ അത് ഡിസ്പ്ലേ ആയി കാണും. പിന്നെ ഇനിയിപ്പം നമുക്ക് ചില ഡേറ്റകളിലൊക്കെ കുറെ നൾ വാല്യൂസ് കാണും. അതായത് അതിൽ ഡേറ്റ മിസ്സിംഗ് ആയിട്ടുള്ളത് കാണും. അപ്പൊ അങ്ങനെ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡേറ്റ ഡോട്ട് ഈസ് നൾ. ഈസ് നൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ എവിടൊക്കെ നള്ളായിട്ട് ഉള്ളതാണോ അല്ലെങ്കിൽ അത് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് കാണിക്കും. അതായത് ഇങ്ങനെ റൺ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ എൻ്റയർ ഡേറ്റ സെറ്റ് ആണ്. ഇതിനകത്ത് ഓരോ ഡേറ്റയിലും പോയിട്ട് അത് നള്ളാണോ എന്നുള്ള ചോദ്യമാണ്. നള്ളപ്പം നൾ അല്ലാത്തടത്തൊക്കെ അത് ഫോൾസ് കാണിക്കും, ആണെന്നുള്ളിടത്തൊക്കെ അത് ട്രൂ കാണിക്കും. ഇനി അങ്ങനെയല്ല, നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ ഡോട്ട് സം കൊടുത്താൽ നമുക്ക് ഓരോ കോളത്തിലും എത്ര ഡേറ്റ മിസ്സിംഗ് ആണെന്നുള്ള കാണിക്കും. ഇപ്പം ഇതിനകത്തെല്ലാം കംപ്ലീറ്റ് ഡേറ്റ സെറ്റ് ആയതുകൊണ്ട് 0 ആണ്. അപ്പം അതേപോലെ തന്നെ നോട്ട് നൾ, അതായത് ഏതൊക്കെ ഡേറ്റ നൾ അല്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് എല്ലാ 82 റോസിലും നൾ ഡേറ്റ ഒന്നും ഇല്ല, ഒരു കോളത്തിലും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ആയിട്ട് കാണിക്കും. ഇനിയിപ്പോൾ ഡേറ്റ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡേറ്റ 14:20 എന്ന് കാണിച്ചാൽ ഇതിൻ്റെ അർത്ഥം 14ാമത്തെ റോ മുതൽ 20ാമത്തെ റോ വരെ ഉള്ള ഡേറ്റ കാണിക്കുക എന്നുള്ളതാണ്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 20 എന്ന് പറഞ്ഞെങ്കിലും അത് 20 എന്നുള്ളത് എക്സ്ക്ലൂഡഡ് ആണ്. ഈ രണ്ടാമത് കൊടുത്തേക്കുന്ന വാല്യൂ എക്സ്ക്ലൂഡഡ് ആണ്. അതിന് തൊട്ട് മുമ്പുള്ളത് വരെ ആയിരിക്കും കാണിക്കുക. അത് എല്ലാ പൈത്തണിലെ അറേസ് ആണെങ്കിൽ യൂസ് ചെയ്തതിലും എവിടെ ആണെങ്കിലും അത് അങ്ങനത്തെ ഒരു കൺവെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 14 മുതൽ n-1 വരെ എന്നുള്ളതാണ് ഇതിന്റെ കൺവെൻഷൻ. അതെ അതെ അതെ, ലാസ്റ്റിലേക്ക് -1 അതുവരെയുള്ള ഡേറ്റ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അതേപോലെ അടുത്തത് നമുക്ക് ഈ ഡേറ്റയിൽ ഏതൊക്കെ കോളംസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ അത് ഡേറ്റ ഡോട്ട് കോളംസ് കൊടുത്താൽ ഉണ്ട്. ഡേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ടോട്ടൽ ടെസ്റ്റഡ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, ക്ലിക്കഡ്, അങ്ങനെ അതൊരു ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് ഒരു കോളം ഈ ഡേറ്റയിൽ ഒരു കോളമാണ് കാണുന്നുണ്ടെങ്കിൽ ഡേറ്റ നമുക്ക് ആ കോളത്തിന്റെ പേര് അറിയാവുന്നുണ്ടെങ്കിൽ ഡേറ്റ ഓഫ് ഡേറ്റ് കൊടുത്താൽ 0 മുതൽ 81, നമ്മൾ 82 റോസ് എന്നാണ് കാണിച്ചത്. 82 എന്ന് പറയുമ്പോൾ 0 മുതൽ തുടങ്ങിയിട്ട് 81 വരെ, അങ്ങനെയാണ് 82 ആവുന്നത് മൊത്തം നമ്പർ ഓഫ് റോസ്. അതായത് കാണിക്കും ഇവിടെ മൊത്തത്തിൽ കാണിക്കുന്നത്. അപ്പം അതിൽ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഇട്ടിട്ട് ആദ്യത്തെ അവസാനത്തെ ഭാഗങ്ങളായിരിക്കും കാണിക്കുക. ഇനി കുറച്ച് മുന്നേ നമ്മൾ ഇവിടെ മുഴുവൻ ഡേറ്റയും ഫിൽട്ടർ ചെയ്ത പോലെ നമുക്ക് ഡേറ്റ് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ അതൊരു സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിട്ട് നമുക്ക് വേണ്ട റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് മാത്രം അതേപോലെ ഫിൽട്ടറായി കിട്ടും. ഇനിയിപ്പോൾ ഇപ്പോൾ ഈ പാണ്ടാസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ് പേജിൽ നല്ല ക്ലിയർ ആയിട്ട് ഇതെല്ലാം ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ പറയാൻ ആണെങ്കിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഡേറ്റ ഫ്രെയിമിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ വായിക്കാം. അപ്പം ഇതാണ് ഡേറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിപ്പം ചെയ്യാം. ഒന്നുമില്ല, നമുക്ക് മുന്നോട്ട് പോകാമോ? ഫസ്റ്റ് റോ 0 ആണല്ലേ? ഫസ്റ്റ് റോ 0 ആണ് സാർ. അതിന്റെ ഇൻഡെക്സ് ഇത് നമ്മുടെ ഡേറ്റയ്ക്ക് അകത്ത് വരുന്ന കാര്യമല്ല, ഇത് അവരൊരു ഇൻഡെക്സ് കൊടുത്തേക്കുന്നതാണ്. മനസ്സിലായി. അതായത് ഇതിന്റെ ഒരു കൺവെൻഷൻ 0 to n-1, അതായത് n നമ്പേഴ്സ് ഉള്ള ഒരു ഡാറ്റ ആണെങ്കിൽ 0 to n-1 അറിയുന്ന വ്യത്യസ്തമാണ്, അതുകൊണ്ടാ ചോദിച്ചത്.
അല്ലെങ്കിൽ നമുക്ക് പോകാം. അപ്പം ഇനിയും അടുത്ത ആണ് പൈത്തണിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം പ്ലോട്ടിംഗ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം PhD വർക്കിലാണെങ്കിലും പൈത്തൺ ഞാൻ അനാലിസിന് വേണ്ടി അല്ല യൂസ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്ലോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വർക്കെല്ലാം സിയിലാണ് ചെയ്യുന്നത്, കാരണം വലിയ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് അതാണ് ഒന്നുകൂടെ നല്ലത്, എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷേ അതിനുള്ള റിസൾട്ടൊക്കെ പ്ലോട്ട് ചെയ്യുന്നത് ഞാൻ പൈത്തൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പൈത്തൺ പ്ലോട്ടിങ്ങിന് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഡാറ്റ കുറച്ച് വേരിയബിൾസിലേക്ക് സേവ് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ഡേറ്റ് എന്നുള്ള കോളം വേണം. എല്ലാ കോളം നമ്മൾ ഇതിനകത്ത് സേവ് ചെയ്തെടുക്കുന്നുണ്ട് എക്സെപ്റ്റ് സ്റ്റേറ്റ്. അതിവിടെ ഡേറ്റ് സ്റ്റേറ്റ് നമുക്ക് വേണ്ട, ജസ്റ്റ് ഞാൻ അറിയാൻ വേണ്ടി ഇട്ടുന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ കോളംസും നമുക്ക് ഒരു അറേ ആയിട്ട് സേവ് ചെയ്യണം. ഇനി അറേ എന്ന് പറയുന്നത് നമ്മൾ പൈത്തണിൽ അതിനെ വിളിക്കുന്നത് ലിസ്റ്റ് എന്നാണ്. അതായത് കളക്ഷൻ ഓഫ് വേരിയബിൾസ്. അപ്പൊ ഇതിനകത്ത് നമുക്കുള്ള ഡേറ്റ് എല്ലാം കൂടെ ഒരു ലിസ്റ്റ് ആയിട്ട് ഡേറ്റ്സ് എന്നുള്ള ഒരു പേരിലേക്ക് നമ്മൾ സേവ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ലിസ്റ്റ് ഓഫ് ഡേറ്റ എന്നുള്ള നമ്മൾ ഈ ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡേറ്റ ഫ്രെയിം ആണ്. അതിനകത്ത് ഡേറ്റ് എന്നുള്ള കോളം ആണ് നമ്മുടെ ഇതിലേക്ക് ഡേറ്റ്സിലേക്ക് സേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ ടെസ്റ്റിലേക്കും ടോട്ടൽ പോസിറ്റീവ് പോസ്റ്റ് എന്ന ഇത്, പിന്നെ ടെസ്റ്റ് പെർ ഡേ, ഡെയിലി ടെസ്റ്റ്, കേസ് പെർ ഡേ, ഡെയിലി പോസിറ്റീവ്. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഇതിനകത്ത് ലിസ്റ്റായിട്ട് സേവ് ചെയ്യുന്നത്. ഈ ലിസ്റ്റുകൾ ഉപയോഗിച്ചാണ് ഇനിയുള്ള പ്ലോട്ടിങ് നടക്കുന്നത്. കാരണം എപ്പോഴും ഈ മൊത്തം ടൈപ്പ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പം ചില കോളം നെയിംസ് ഒക്കെ എന്ന് വെച്ചാൽ വലുതായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും ടൈപ്പ് ചെയ്യണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വേറൊരു പേരിലേക്ക് സേവ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് മുന്നേ ഞാൻ പാണ്ടാസ് ഡേറ്റ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന പാക്കേജ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ പ്ലോട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന പാക്കേജാണ് മാറ്റ്പ്ലോട്ട്ലിബ്. മാറ്റ്പ്ലോട്ട്ലിബിലെ ഒരു സബ് പാക്കേജ് ഉണ്ട് പൈപ്ലോട്ട്. അപ്പോൾ ഈ സബ് പാക്കേജാണ് നമ്മൾ പ്ലോട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ട് matplotlib.pyplot as plt. കുറച്ച് നാൾ PD എന്ന പാണ്ടാസിന് ഒരു നിക് നെയിം കൊടുത്ത പോലെ ഇവിടെ ഈ ഒരു പാക്കേജിന് നമ്മൾ PLT എന്നാണ് വിളിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ PLT നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്ലോട്ടിന്റെ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടത് plt.style.use, പിന്നെ ഏത് സ്റ്റൈലാണോ വേണ്ടത് അത് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഏതൊക്കെ സ്റ്റൈൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാൻ ഒരു വഴിയുണ്ട്. അല്ല, പ്രിന്റ് plt.style.available. ഇതിനകത്ത് ഇതിൻ്റെ അർത്ഥം വെച്ചാൽ PLT-യിലെ ആ മാറ്റ്പ്ലോട്ട്ലിബിന്റെ എല്ലാ സ്റ്റൈലുകളിലും അവൈലബിൾ ആയിട്ട് ഏതൊക്കെ ഉണ്ടോ അത് കാണിക്കാനാണ്. സോറി, ഞാൻ ഇവിടെ റണ്ണ് ചെയ്യാത്തുള്ള പ്രശ്നം. ഇത് ആദ്യം റണ്ണ് ചെയ്യണം, പിന്നെ ആണ് റണ്ണ് ചെയ്യുക. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഇത്രയും സ്റ്റൈലുകൾ നമുക്ക് അവൈലബിൾ ആണ്. സീബോൺ എന്നൊക്കെ വെച്ചാൽ ഇപ്പം നല്ല ഭംഗിയുള്ള പ്ലോട്ട്സ് തരുന്ന സ്റ്റൈലുകളാണ്. അത് സീബോൺ ഡാർക്ക് ഗ്രിഡ്, അല്ലെങ്കിൽ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ കളർ ബ്ലൈൻഡ്, അങ്ങനെ പല പാക്കേജ് യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സീബോൺ വൈറ്റ് ഗ്രിഡ് ആണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റി യൂസ് ചെയ്യും. ഇനിയിപ്പം എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക എന്നത് നോക്കാം. അപ്പം ഇത് ഞാനിവിടെ റെഡിമെയ്ഡ് കോഡില്ല, ഞാൻ എഴുതി കാണിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിഗർ ആക്സിസ് ഈക്വൽ ടു plt.subplots. ഇതിന്റെ അർത്ഥം വെച്ചാൽ നമുക്ക് ഒരു പ്ലോട്ടിൽ രണ്ട് എൻറ്റിറ്റീസ് ആണുള്ളത്. ഒന്ന് ഫിഗർ എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തത്തിലുള്ള പിക്ചർ, പിന്നെ ഒന്ന് ആക്സിസ്. ഇത് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ആക്സിസ് യൂസ് ചെയ്തിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആക്സിസ് ഡോട്ട്, അത് ജസ്റ്റ് ലൈൻ പ്ലോട്ട് ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. പ്ലോട്ട് ഇതാണ് കമാൻഡ്, ആക്സിസ് ഡോട്ട് പ്ലോട്ട്. ഏതൊക്കെയാണ് നമുക്ക് ഉദാഹരണം, എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് ഡേറ്റും പിന്നെ
എക്സ് ആക്സിൽ ഡേറ്റും പിന്നെ ഡെയിലി പോസിറ്റീവ് കേസസ് വൈ ആക്സിസിലും വേണമെന്ന് വിചാരിച്ചു. ആക്സിസ് പ്ലോട്ട് ആദ്യം ഞാൻ കൊടുക്കേണ്ടത് എൻ്റെ എക്സ് ആക്സിസിൽ വരേണ്ട ലിസ്റ്റ് ഡേറ്റ്സ് പിന്നെ ഡെയിലി പോസ്റ്റ്. ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ലൈനിൽ തന്നെ ഒരു പ്ലോട്ട് കിട്ടി. ഇനി ഒരു കാര്യം പറയാൻ പറ്റുന്നത് ഈ മാത്പ്ലോട്ടിൽ ഇൻലൈൻ എന്നുള്ള കമാൻഡ് സ്റ്റേറ്റ്മെന്റ് ഇത് കൊടുക്കണം. ഇത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇൻലൈൻ പ്ലോട്ട് വരുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് നമ്മൾ ഡേറ്റ് ഇങ്ങനെ ഒരു സ്ട്രിങ് വലുതായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ക്ലംബി ആയിട്ട് കിടക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതേ പ്ലോട്ടിൽ തന്നെ ഒരു പക്ഷേ ഡേറ്റ് എന്തോ ഒരു എക്സ് ആക്സിസിലുണ്ട്, വൈ ആക്സിസിൽ ഡെയിലി ടെസ്റ്റും കൂടെ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം സെയിം ആക്സിസ് തന്നെ യൂസ് ചെയ്ത് ഡേറ്റ്സ് ഡെയിലി ടെസ്റ്റ് ഇത് മനസ്സിലാവും. നമുക്കിവിടെ ബ്ലൂ ലൈനിൽ വന്നേക്കുന്നത് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഡെയിലി പോസിറ്റീവും ഡെയിലി ടെസ്റ്റും. ഇതിപ്പം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. അല്ല നമുക്ക് ലേബൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പ്ലോട്ടിലും തന്നെ ലേബൽ ഈക്വൽ ടു നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഡെയിലി പോസിറ്റീവ് ലേബൽ ഈക്വൽ ടു ഡെയിലി ടെസ്റ്റ്. ഇനി ഒരു കാര്യം, അവസാനം വന്നിട്ട് plt.legend എന്നുള്ള കമാൻഡ് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെജൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ലെജൻഡിനകത്ത് നമുക്ക് ലൊക്കേഷൻ ഒക്കെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഒരു സംശയം, ഈ സ്ട്രിങ്ങിന്റെ ഡബിൾ കോട്ട് ആയാലും സിംഗിൾ കോട്ട് ആയാലും കുഴപ്പമില്ല? ഇല്ല, കുഴപ്പമില്ല. പൈത്തൺ 2-ൽ അത് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ 3-ൽ അത് വ്യത്യാസം വരില്ല. സോ ഇനിയിപ്പോ നമുക്ക് ആക്സിസിനൊക്കെ പേര് കൊടുക്കാം. ആക്സിസിന് പേര് കൊടുക്കാം. അതിൽ ആക്സിസ് ഡോട്ട് സെറ്റ് എക്സ് ലേബൽ ഡേറ്റ്സ്. അപ്പൊ നമ്മുടെ ആക്സിസിൽ പേര് വന്നു. അതുപോലെ വൈ ആക്സിസിൽ നമുക്ക് അതായത് നമ്പർ അല്ലേ, അപ്പോൾ ആക്സിസ് ഡോട്ട് സെറ്റ് വൈ ലേബൽ നമ്പർ കൊടുക്കാം. അതേപോലെ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ടൈറ്റിൽ ആക്സിസ് ഡോട്ട് സെറ്റ് ടൈറ്റിൽ ഡെയിലി or like I can use Haryana data. നമുക്കവിടെ ടൈറ്റിലും വന്നു. ഇവിടെ ഈ ഇൻലൈൻ പ്ലോട്ടിൽ പ്ലോട്ട്സ് ഒക്കെ ഭയങ്കര ബ്ലേർഡ് ആയിട്ടായിരിക്കും കാണുക. പക്ഷെ അത് ഇൻലൈൻ പ്ലോട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മളിത് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റെസൊല്യൂഷൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്ത ഇത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യേണ്ടത്, ഈ പ്ലോട്ടിൽ നമ്മൾ എല്ലാ ഡേറ്റും കൂടെ ഒരുമിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് അതൊന്ന് മാറ്റാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ഇൻലൈൻ കമാൻഡ് ഒന്നുകൂടെ കാണിക്കാവോ? ഇൻലൈൻ എഴുതിയത് ജസ്റ്റ് ഇൻലൈൻ. ഓക്കെ, താങ്ക് യു. അതെ. അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം എനിക്ക് എല്ലാ ഡേറ്റും അവിടെ ഡിസ്പ്ലേ ചെയ്യണം, പ്ലോട്ട് ചെയ്യണം. പക്ഷെ എല്ലാ ഡേറ്റും അവിടെ ലേബലിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഇവിടെ മാറ്റി കൊടുക്കാം. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആക്സിസ് ഡോട്ട് സെറ്റ് എക്സ് ടിക്സ്. അതിന് നമുക്ക് വേണ്ടത് ഡേറ്റ്സ്. ഇനി ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ 2 കോഡ്സ് കൊടുത്തിട്ട് ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ എല്ലാ 10 ഇടവിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പ്ലോട്ട് ചെയ്യുക. ഇവിടെ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സെറ്റ് എക്സ് ടിക്സ്. നമ്മുടെ എക്സ് ടിക്സ് എന്ന് വെച്ചാൽ ഈ ഓരോ മാർക്കിംഗ് ആണ്. ഈ ഓരോ മാർക്കിങ്ങിലും ഡേറ്റ്സ് എന്നുള്ള നമ്മുടെ ലിസ്റ്റിലെ ഓരോ 10 എലമെന്റും മാർക്ക് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ 5 കൊടുക്കുന്നതെങ്കിൽ അത് ഓരോ 5 എലമെന്റും മാർക്ക് ചെയ്യും. 5 ഡേറ്റ്സും മാർക്ക് ചെയ്യും. അതായത് ഓരോ 5 ഡേറ്റും കഴിഞ്ഞുള്ള ഡേറ്റ് മാർക്ക് ചെയ്യും. അത് കൂട്ടും തോറും നമുക്കവിടെ അതിനനുസരിച്ച്
മാറ്റാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ പ്ലോട്ട് ഒന്നും കൂടെ ക്ലീൻ ആയിട്ട് ഒന്നുണ്ട്. ഇനി അടുത്തത് ഒരു പക്ഷേ നമുക്ക് ചിലപ്പം നമ്മുടെ ഇത് ലോഗ് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അതിൽ ചെയ്യാൻ പറ്റുന്നത് ആക്സിസ് ഡോട്ട് സെറ്റ്. ഇപ്പം നമുക്ക് എക്സ് എന്തായാലും ലോഗ് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യാന്നുള്ള മീനിങ് ഫുൾ അത് ഡേറ്റ് ആണ്. ഇപ്പൊ വൈ മാത്രം വൈ സ്കെയിൽ ലോഗ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈ സ്കെയില് ലോഗരിതമിക് വൈ ആക്സിസ് ലോഗരിതമിക് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യം കൂടെ വെച്ചാൽ ഞാൻ സേവ് ചെയ്ത് കാണിക്കാം. നമുക്ക് ഈ മൊത്തം ഫിഗർ സേവ് ചെയ്യണമെങ്കിൽ plt ഡോട്ട് സേവ് ഫിഗ് ഒരു പേര് കൊടുക്കാം. ഫസ്റ്റ് പ്ലോട്ട് png ഫോർമാറ്റ് നമുക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ റെസൊല്യൂഷനും മെൻഷൻ ചെയ്തേക്കാം. dpi ഡോട്ട് പെർ ഇഞ്ച് ഞാനൊരു 500 അങ്ങനെ കൊടുത്താൽ ഇവിടുത്തെ പ്ലോട്ടിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല. പക്ഷെ നമ്മൾ ഫോൾഡർ നോക്കുകയാണെങ്കിൽ ആ ഫോൾഡറിൽ ഇതാണ് എൻ്റെ ഫോൾഡർ ഫസ്റ്റ് പ്ലോട്ട് ഡോട്ട് png ഒരു ഫയൽ ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. ഇതിനകത്ത് ഇപ്പം റെസൊല്യൂഷൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇത് റെസൊല്യൂഷൻ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റുക ചെയ്യാം. ഓക്കെ, സോ ഇനിയിപ്പം അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇപ്പം നമ്മൾ ഒറ്റ പ്ലോട്ടിൽ തന്നെയാണല്ലോ ഇത് രണ്ടും സേവ് ചെയ്തത്. ഇനി ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തിട്ട് അടുത്തിലേക്ക് പോകാം. ഓക്കെ, ഇതെല്ലാം സെപ്പറേറ്റ് കമാൻഡ്സ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഈ എക്സ് ഡോട്ട് അതോ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വഴിയുണ്ടോ? മറ്റേ ആറിൽ ചെയ്യുന്ന പോലെ എങ്ങനെ ഒറ്റ കമാൻഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും സിംഗിൾ ലൈനായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുവാണെന്നായിരിക്കും ചോദിക്കുന്നത്. അത് പറ്റില്ല. അല്ല ഒറ്റ കമാൻഡ് ആയിട്ടിലേക്ക്, അതായത് നമ്മൾ ഈക്വൽസ് ഇട്ട് കൊടുത്തിട്ട് എക്സ് സംതിങ് ഈക്വൽ ടു സെറ്റ് ടൈറ്റിൽ ഈക്വൽ ടു അങ്ങനെ കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ് കമാൻഡ്സിലേക്ക് മാറ്റ്പ്ലോട്ലിബിൽ അത് പറ്റില്ല. പക്ഷെ അത് പറ്റുന്ന വേറെ പ്ലോട്ട്ലി പാക്കേജ് ഉണ്ട്. അത് റിലേറ്റീവ്ലി ന്യൂ പാക്കേജ് ആണ്. അപ്പം അതില് പറ്റും. അത് ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിൽ പറ്റും, അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിനകത്ത് പറ്റുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം പ്രൊസീഡ് ചെയ്യാം. അടുത്തത് കാണിക്കുന്നത് നമുക്കിപ്പം ഇത് രണ്ടും രണ്ട് പ്ലോട്ടായിട്ട് കാണിക്കണം. അത് ഒറ്റ ഫിഗറിൽ തന്നെ രണ്ട് പ്ലോട്ട്സ് ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സബ് പ്ലോട്ട്സ് യൂസ് ചെയ്യും. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തില്ല ഫിഗർ ആക്സിസ് ഇക്വൽ ടു plt ഡോട്ട് സബ് പ്ലോട്ട്സ്. ഇതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ ഫിഗർ ആക്സിസ് ഇക്വൽ ടു plt ഡോട്ട് സബ് പ്ലോട്ട്സ്. നമുക്ക് ഇമാജിൻ ഒരു റോയും രണ്ട് കോളവും ആയിട്ടുള്ള, അതായത് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള പ്ലോട്ട്സ് ആണെങ്കിൽ n റോസ് n കോൾസ് ഇല്ലാത്ത നമ്മുടെ നമ്പർ ഓഫ് റോസ് എന്ന് വെച്ചാൽ 1, നമ്പർ ഓഫ് കോളംസ് 2 ഇതാണ്. അതേപോലെ ഇവിടെ നമ്മൾ ആക്സിസ് 1, ആക്സിസ് 2. അതായത് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ഇതിന് രണ്ട് ആക്സിസുകളുണ്ട്. ഒറ്റ ഫിഗർ ആണ്, പക്ഷെ രണ്ട് ആക്സിസ് ഉണ്ട്. അതിൽ ആക്സിസ് 1ഉം ആക്സിസ് 2ഉം ഈ രണ്ടും ഒരു റോയിലും രണ്ട് കോളമായിട്ട് വേണം നിൽക്കാൻ. നമ്മൾ അങ്ങനെ അത് ജസ്റ്റ് റണ്ണ് ചെയ്യുമ്പം ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഫിഗർ ഓൾറെഡി ജനറേറ്റ് ആവും. നമ്മൾ ഇതിനകത്ത് ഡേറ്റ ഒന്നും പ്ലോട്ട് ചെയ്യാൻ കൊടുത്തിട്ടില്ല, ഫിഗർ ഓൾറെഡി ജനറേറ്റ് ആവും. ഇനി നമുക്ക് അതിനകത്ത് ഡേറ്റ പ്ലോട്ട് ചെയ്യാൻ പറയാം. ഇനി നമുക്ക് വേണ്ടത് ആക്സിസ് 1ൽ ഡോട്ട് പ്ലോട്ട് ഡേറ്റ്സും എന്താണ് ഡെയിലി പോസിറ്റീവും ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആക്സിസ് 1ൽ അത് പ്ലോട്ട് ആകും. അതുപോലെ ആക്സിസ് 2 ഡോട്ട് പ്ലോട്ട് ഡേറ്റ്സ് ഡെയിലി, ആക്സിസ് 2ൽ ഡെയിലി ടെസ്റ്റും പ്ലോട്ട് ആവും.
ഇവിടെ ശ്രദ്ധിച്ചാൽ രണ്ടിൻ്റെയും സ്കെയില് 2ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കണ്ട പ്ലോട്ടിൽ നിന്ന് ഒരു വ്യത്യാസം തോന്നുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും സ്കെയില് ഒരേപോലെ, അതായത് റേഞ്ച് ഒരേപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്ലോട്ട് തന്നെ ഇത് ഒരു സൈഡിലും അടുത്ത ബ്ലൂ വേറെ രണ്ടും രണ്ട് പ്ലോട്ടായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ലോഗും സ്കെയിലും ഡിഫറെൻ്റ് ആണ്. ഇനി നമ്മളിവിടെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഇതൊന്നും കാണിക്കേണ്ട കാര്യമല്ലോ, ലോഗ് സ്കെയിൽ ആക്കുന്നതും. പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പക്ഷേ നമുക്ക് രണ്ടിനും രണ്ട് സെപ്പറേറ്റ് ടൈറ്റിൽ കൊടുത്തിട്ട് ആക്സിസ് 1.set ടൈറ്റിൽ വണ്ണില് പോസിറ്റീവ്, അതുപോലെ ആക്സിസ് 2ന്റെ സെറ്റ് ടൈറ്റിൽ നമുക്ക് ഇതിന്റെ ടൈറ്റിൽ പോസിറ്റീവ് ടെസ്റ്റും കൊടുക്കാം. അതുപോലെ ഈ മൊത്തം ഫിഗറിന് നമുക്കൊരു സൂപ്പർ ടൈറ്റിൽ കൊടുക്കാൻ ഫിഗർ ഡോട്ട് ടൈറ്റിൽ, സൂപ്പർ ടൈറ്റിൽ എന്നുള്ളതിനാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് അതൊരു വലിയ ടൈറ്റിൽ, രണ്ടിനും കോമൺ ആയിട്ടൊരു ടൈറ്റിലും പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടൈറ്റിൽസും സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഷെയർ ഇവിടെ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ കോളംസിൽ ഷെയർ അതായത് വൈ ആക്സിസിൽ സെയിം റേഞ്ച് എടുത്തിട്ട് രണ്ട് ആക്സിസും കൂടെ രണ്ട് പ്ലോട്ടിലുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഇവിടെ അത് താന്നു പോയത്. കാരണം എന്ന് വെച്ചാൽ നമ്പേഴ്സ് പൊതുവെ കുറവാണ് പോസിറ്റീവ് കമ്പയർ ടു ടെസ്റ്റ്. ഇനി ഇതിൽ നമുക്ക് ആക്സിസ് 1 ബ്ലോക്ക് സ്കെയിൽ ആക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ ആക്സിസ് 1 ലോഗ് ആക്കാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആക്സിസ് 2 കൂടെ ഒരേപോലെ തന്നെ ലോഗ് സ്കെയിൽ ആയി. സെപ്പറേറ്റ് പറയേണ്ടി വന്നില്ല, കാരണം നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ് y എന്നുള്ളത്. ഇവിടെ ഡിഫോൾട്ട് ഷെയർ എക്സ് ഫോൾസ് ആണ്. പക്ഷെ നമ്മൾ ചിലപ്പം 2/2, അതായത് ഇവിടെ രണ്ട് പ്ലോട്ടും ഇതിന് താഴെ രണ്ട് പ്ലോട്ടും ഒക്കെ വരികയാണ്. നമുക്ക് ഈ രണ്ട് എക്സ് ആക്സിലും ഒരേ ആക്സിസ് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ എക്സ് ഈക്വൽ ടു ട്രൂവും കൂടെ കൊടുക്കണം. ഇത് പിന്നെ ഇവിടെ ഉപയോഗിച്ച അത് ലെജൻഡ് എക്സ്ട്രിക്സ് മാറ്റുന്നതൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഞാനൊരു പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് പ്ലോട്ട് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഞാൻ ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു പ്ലോട്ടാണ്, അങ്ങനെ ഞാൻ ചെയ്തൊരു പ്ലോട്ടാണ്. അപ്പോൾ ഇതില് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എല്ലാം യൂസ് ചെയ്തത് പ്ലോട്ടാണ്. പ്ലോട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പോയിന്റ്സ്, ഡേറ്റ പോയിന്റ്സ് തമ്മിൽ ലൈൻ വെച്ച് കണക്ട് ചെയ്യാണ്. പക്ഷെ അതിന് പകരം നമുക്ക് സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യാം. സ്കാറ്റർ പ്ലോട്ട് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കമാൻഡ് ആണ് ആക്സിസ് ഡോട്ട് സ്കാറ്റർ. ഇതെനിക്കൊന്ന് ഈ ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. നമുക്ക് അതിന് സമയമുണ്ടോ? എങ്ങനെയാണ് ജിജോ സാർ? 5 മണി, ഒരു 5 മിനിറ്റ് കൂടെ പോവാം. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഒരു ബ്യൂട്ടിഫിക്കേഷൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഏതായാലും നമുക്ക് നിർത്താം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ആക്സിസ് അപ്ലോഡ് ചെയ്യാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫിഗറിന്റെ ഇഞ്ച് സൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. 8 ഇഞ്ച് ബൈ 8 ഇഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മാറ്റാം. പിന്നെ ആക്സിസ് ഡോട്ട് സ്കാറ്ററിൽ എക്സ് ആക്സിസ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടോട്ടൽ പോസിറ്റീവ് അഗൈൻസ്റ്റ് ന്യൂ കേസസ്. ഞാൻ റാൻഡമായിട്ട് പ്ലോട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ച് കാരണമൊന്നും അതിൽ ഞാൻ കണ്ടില്ല. ജസ്റ്റ് അപ്പം സ്കാറ്റർ ടെസ്റ്റ് ആണ് ഞാൻ എക്സ് ആക്സിൽ, പോസിറ്റീവ്സ് വൈ ആക്സിസിലും. പിന്നെ എസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. എസ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ മാർക്കർ. മാർക്കർ എന്ന് പറയുന്നത് ഈ കാണിച്ചേക്കുന്ന നമ്മുടെ ഓരോ ഡേറ്റ പോയിന്റ് നമ്മൾ ഏത് സിമ്പിൾ അനുസരിച്ച് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ മാർക്കർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ O ആണ്. O എന്ന് ഉദ്ദേശിച്ചാൽ ഒരു സർക്കിൾ ആണ് വേണ്ടത്. നമുക്കിപ്പോൾ സ്ക്വയർ വേണമെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യും. എസ് കൊടുത്താൽ അതിൻ്റെ സ്ക്വയേഴ്സ് വരും. സ്റ്റാർ വേണമെങ്കിൽ
സ്റ്റാർ കൊടുക്കാം. അപ്പോൾ അത് സ്റ്റാർ ആയിട്ട് വരും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മാർക്കേഴ്സ് കൊടുക്കാൻ പറ്റും. ഇനി പിന്നെ അതിന്റെ സൈസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ മാർക്കിന്റെ സൈസ് ആ കറസ്പോണ്ടിങ് ദിവസത്തെ ഡെയിലി പോസിറ്റീവ് കേസുമായിട്ട് സ്കെയിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഡെയിലി പോസിറ്റീവ് എന്നുള്ള ആ ഒരു ലിസ്റ്റ് എസ്സിലേക്ക് അസൈൻ ചെയ്താൽ മാത്രം മതി. പിന്നെ കളർ മെൻഷൻ ചെയ്യാം. ഇതിപ്പം എനിക്ക് പകരമായിട്ട് നമ്മൾ സിമ്പിളായിട്ട് റെഡ് ടൈപ്പ് ചെയ്താൽ ഇവിടെ റെഡ് കളർ അതിൽ വരും. അല്ലെ ബ്ലൂവോ ഗ്രീനോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം സ്വന്തമായിട്ട് ഓരോ കളേഴ്സൊക്കെ ഐഡന്റിഫൈ HTML കളേഴ്സ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഇപ്പം നമ്മളിപ്പം ഇതിനകത്ത് ഇങ്ങനത്തെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ HTML കോഡ് കോപ്പി ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഹാഷോട് കൂടി ഞാൻ നമ്മൾ കണ്ട അതേ കളറിലുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആൽഫ എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസി ആണ്. ഓരോ കോഡ് ഇപ്പം ഞാനിപ്പോൾ ഇതിൽ 0.3 കൊടുത്തോണ്ടാണ് അത് അങ്ങനെ വന്നത്. 1 അതിന് കൊടുത്തെങ്കിൽ അത് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാതെ തിക്കായിട്ടുള്ള ഇത്. നമ്മൾ പോയിന്റ്സ് കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ ട്രാൻസ്പെറൻസി കൂടുകയും ചെയ്യും. പിന്നെ എഡ്ജ് കളർ, നമുക്ക് ഓരോ മാർക്കിന്റെ എഡ്ജിൽ ഏത് കളർ വേണം, പിന്നെ ആ ഓരോ ഇതിന്റെ ബോർഡറിന് എത്ര തിക്നെസ് വേണം, അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതിന് ഒരുപാട് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിനകത്ത് ഓരോന്നിനും പോയി കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാറ്റർ പ്ലോട്ടിൽ എന്തൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈറ്റിൽ സെറ്റ് ചെയ്തു. നമുക്ക് ഫോണ്ട് സൈസ്, ടൈറ്റിലിന്റെ ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യാം. പിന്നെ എക്സ് ലേബല്, അതിന്റെ ഫോണ്ട് സൈസ്. ഇനി ലേബൽ പാഡിന് ഉദ്ദേശിച്ചത് നമുക്കിപ്പം ഈ ലേബൽ ഉണ്ടല്ലോ, ഇവിടെ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ ലേബലിൽ നിന്ന് എത്ര ദൂരം അകലെ വേണം ഈ ടൈറ്റിൽ കൊടുക്കാൻ എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. വൈ ലേബലും അതേപോലെ തന്നെ. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഇതിനകത്ത് ഇപ്പം ഈ 4000 മുതൽ 6000 വരെയുള്ള കേസസ് മാത്രം, പ്ലോട്ട് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കുക. ആണെങ്കിൽ എനിക്ക് ഇവിടെ ആക്സസ് വെബ്സൈറ്റ് എക്സ് ലിമിറ്റ് അല്ല, വൈ ലിമിറ്റ്. ആ ഒരു 4000 മുതൽ 6000 വരെയുള്ള പ്ലോട്ട് മാത്രമേ അവർ കാണിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു പ്ലോട്ടിന്റെ മൊത്തം കുറെ വൈറ്റ് സ്പേസ് ഒക്കെ ചിലപ്പോൾ അപ്പുറം ചിലപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഈ ലിമിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സൂപ്പർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ഫോണ്ട് സൈസ് 20. പിന്നെ അടുത്തൊരു കാര്യത്തിൽ എനിക്ക് ഈ പ്ലോട്ടിൽ എവിടെ വേണമെങ്കിലും ഒരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നത് അപ്ഡേറ്റഡ് ഓൺ, പിന്നെ അതുപോലെ നമ്മുടെ കോഡ്കയുടെ ഒരു സ്റ്റാമ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ്. ഇത് നമ്മുടെ പ്ലോട്ടിലെ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. അതായത് ഞാനിവിടെ കോഡ് കെ ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ എക്സ് 0.1ലും വൈ 0.05ലും, അതായത് ഈ ഭാഗത്തായിട്ട് വരും 0.1. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ 0.5, 0.9, അതുപോലെ തന്നെ ഇവിടെ 0.5, 0.9. ഈ മൊത്തം ഫിഗറിന്റെയും ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ ഭാഗമായിട്ട് ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്കത് പൊസിഷൻ മെൻഷൻ ചെയ്തിട്ട് ഏത് ടെക്സ്റ്റ് ആണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. അവിടെ ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യാം, കളർ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻഡ് വേണോ, മിഡിൽ അലൈൻഡ്, റൈറ്റ് അലൈൻഡ്, അതായത് ഇപ്പം മുകളിലും താഴെയായിട്ട് സെന്ററിൽ മിഡിൽ വേണോ, ടോപ്പിൽ ബോട്ടം, അത് സെറ്റ് ചെയ്യാം. അതായത് ഹൊറിസോണ്ടൽ അലൈൻമെന്റും വെർട്ടിക്കൽ അലൈൻമെന്റും. പിന്നെ ആൽഫ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇവിടെ പറഞ്ഞ തന്നെ ഇതിന്റെ ട്രാൻസ്പെറൻസി, അതും സെറ്റ് ചെയ്യും. ടെക്സ്റ്റിന്റെ ട്രാൻസ്പെറൻസി. അതുപോലെ ഞാൻ അതുപോലെ ഒരു ടെക്സ്റ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അപ്ഡേറ്റഡ് ഓൺ. അപ്പോൾ ഇതൊന്നെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഈ ഡേറ്റ് അങ്ങ് അല്ലാതെ ടൈപ്പ് ചെയ്യാതായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇത് ജനറലൈസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം പൈത്തണിൽ ഒരു അറേയുടെ ഞാൻ ഉദാഹരണം കാണിക്കാം. ഇവിടെ ഡേറ്റ്സ് ഞാൻ മുഴുവൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ മൊത്തം ഡേറ്റ്സും പ്രിന്റ് ചെയ്യും. ഇനി എനിക്ക് ആദ്യത്തെ എലമെന്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഓഫ് 0, ആദ്യത്തെ എലമെന്റ് മാത്രം. ഇനി അവസാനത്തെ എലമെന്റ് വേണ്ടെങ്കിൽ എനിക്ക് -1 കൊടുത്താൽ മതി. 0, 1, 2, 3 എന്ന് അങ്ങോട്ട് പോകുന്ന പോലെ തന്നെ 0, -1, -2 എന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 36.
ആ ഒരു ലാസ്റ്റ് എലമെന്റ് എനിക്ക് ആക്സസ് ചെയ്യാൻ ഇങ്ങനെ പറ്റും. അത് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡാറ്റ സെറ്റ് മാറുമ്പോൾ ഒരുപക്ഷെ നാളെ ഞാൻ എടുക്കുന്ന ഡേറ്റയിൽ ചിലപ്പം ഇന്ന് ജൂലൈ 7 വരെയുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ അത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സെറ്റപ്പ് കൊടുത്തേക്കുന്നത്. %s എന്ന് വെച്ചാൽ സ്ട്രിങ് ആണ്. സ്ട്രിങ് ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ വേരിയബിളിന്റെ വാല്യൂ സ്ട്രിങ് ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ നമുക്ക് കളറും ഒക്കെ സെറ്റ് ചെയ്യാം. പിന്നെ സേവ് ഫിഗർ, ഞാനിത് സേവ് ചെയ്താൽ നമ്മുടെ ഫയലിൽ പോയി കഴിഞ്ഞാൽ സേവ് ആയിട്ടുണ്ട്. ചെയ്ത ഫോട്ടോ ഇവിടെ സേവ് ആവും. റെസൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് കൂട്ടുകയോ ചെയ്യാം. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഹിസ്റ്റോഗ്രാമും ബാർ ചാർട്ടും ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, ഇതേപോലെ തന്നെയാണ് കോഡും. ഞാനത് അടുത്ത ഡേറ്റ പേഷ്യൻ്റ് ഡേറ്റ വെച്ചിട്ടാണ് അവിടെ അതിനകത്ത് ഞാൻ റാൻഡമായിട്ട് റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്ത ഡേറ്റയാണ്. കുറച്ച് പേഷ്യൻസിൻ്റെ ഏജും ജെൻഡറും എന്നിട്ട് അത് ഏജും ജെൻഡറും ബാർ പ്ലോട്ടും ഹിസ്റ്റോഗ്രാമുമായിട്ട് എങ്ങനെ പ്ലോട്ട് ചെയ്യാന്നുള്ളതും അതിൻ്റെ കളർ ഡെഫിനേഷനും ബോർഡേഴ്സും ഒക്കെ ചെയ്യാന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇത്രയും ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ ഇതിനുള്ള എല്ലാ ലിങ്കും ഞാനിവിടെ, ഇതൊക്കെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളതാണ്. കാരണം എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നേരെ ഈ ലിങ്കിലേക്ക് പോകും. അതിനകത്തെ കോഡ് എന്താണ് കമാൻഡ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കും. അപ്പം ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. നമുക്ക് കൊണ്ട് നിർത്താം. എന്തെങ്കിലും സൂപ്പർ, ഇറ്റ് വാസ് വെരി നൈസ്. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഇപ്പം സംശയം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിപ്പം ചെയ്യാം. അല്ല അത് കഴിഞ്ഞാണെങ്കിലും നമുക്ക് ടെലഗ്രാമിലാണെങ്കിലും ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ടെലിഗ്രാമിൽ. ഓക്കെ ഓക്കെ സാർ. ലേബല് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതിന്റെ കോഡ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മുടെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് ആക്സിസ് ഡോട്ട് സെറ്റ് എക്സ് ടിക്ക് ലേബൽസ് നമ്മൾ ഇത് തന്നെ കൊടുക്കണം. ഡേറ്റ്സ് 10 പിന്നെ കോമ റൊട്ടേഷൻ ഈക്വൽ ടു 90 അല്ലേ. അപ്പൊ അത് റൊട്ടേറ്റ് ആവും. ഓക്കെ സർ, പെർഫെക്റ്റ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. സോറി, ഈ ഫയല് അയച്ചു തരുമോ? ഞാനിത് അയച്ചു തരാം. ഇതിനകത്ത് ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. ഞാനിത് ഈ പൈത്തൺ നോട്ട്ബുക്ക് ആയിട്ട് തന്നെ അയച്ചു തരാം. അപ്പൊ ഈ .ipyng എന്നാണ് ഇതിന്റെ എക്സ്റ്റൻഷൻ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് നോട്ട്ബുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പ്ലോട്ട്സ് ഒന്നും കാണത്തില്ല, അത് റൺ ചെയ്യണം, എല്ലാം റൺ ചെയ്യണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you. Good night. ഇപ്പൊ പൈതണിൽ വേറെ എന്തെങ്കിലും ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ മതി കമന്റിൽ. നമുക്ക് ഒരു സെഷൻ കൂടെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അതെ, തീർച്ചയായും.